ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീൻ പിടിക്കുന്നതല്ല, മീൻ പിടിക്കണ കൊളുത്ത് കെട്ടുന്നൊരു രീതിയാണ്. ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നൊരു ടെക്നിക്കാണ്. ഇതിൻ്റെ വെട്ടി കൊണ്ടെന്ന് പറയും. ഇത് മുകളിൽ നമ്മൾ ഒരു ചെറിയ കൊളുത്തും താഴത്തായിട്ട് ആങ്കർ കൊളുത്തും കെട്ടും. ചിലർ അതിനെ ട്രിപ്പിൾ ഹുക്കൊന്ന് കെട്ടുന്നവരുണ്ട്, ചിലർ നമ്മളെ സാധാ കൊളുത്ത് തന്നെ 2 3 കെട്ടുന്നവരുണ്ട്. അതാകുമ്പോൾ മുകളിലെ തീറ്റ കണ്ടിട്ട് മീനുകൾ കൊത്തുമ്പോൾ നമ്മൾ മുകളിലെ ഹുക്കപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഈ താഴെ വരുന്ന വലിയ കൊളുത്തുകൾ ഇതിൻ്റെ പള്ളയ്ക്കും തലക്കൊക്കെ ഇട്ട് വലിഞ്ഞു കയറി നമുക്ക് മീനെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇതിനകത്ത്. അതാണ് വെട്ടി. ആ ചെറിയ കൊളുത്ത് കെട്ടിയിട്ട് നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ ആ ഒരു നീളത്തിൻ്റെ താഴത്തേക്ക് മാത്രം മതി നമ്മൾ രണ്ടാമത്തെ ആങ്കർ കൊളുത്ത് കെട്ടുന്നത്. അപ്പോഴേ നമുക്ക് മീനിൻ്റെ ഹുക്കപ്പ് റേഷ്യോ അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മീനെ പിടിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഞാനിവിടെ കെട്ടിയ പോലെ തന്നെ ആദ്യം ഒരു ചെറിയൊരു കൊളുത്ത്, അത് നമ്മൾ കരിമീനിൻ്റെ വലിപ്പം, കരിമീൻ കുളത്തിനിടുന്ന വലിപ്പമുള്ള ഒരു കരിമീൻ കൊളുത്ത് കെട്ടിയിട്ട് നമ്മൾ സാധാ കെട്ടണ പോലെ കെട്ടിയിട്ട് ഇതേപോലെ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു കൊളുത്ത്, നമ്മൾ ചെമ്പിലേക്കൊക്കെ ഇടുന്ന രീതിക്കുള്ളൊരു കൊളുത്ത് ഞാൻ 2 എടുത്തിരിക്കുന്നു ഇവിടെ. ആ 2 കൊളുത്ത് ഇതേപോലെ 2ആയിട്ട് നേരെ വെച്ചിട്ട് കൊളുത്തിൻ്റെ അറ്റത്തുനിന്ന് അവിടുന്ന് വളവ് വരുന്നതിൻ്റെ അവിടുന്ന് ചുറ്റി മുകളിലേക്ക് കയറ്റി നല്ലൊരു ലോക്കാക്കി ഇടുന്നതാണ് വെട്ടികൊണ്ടെന്ന് പറഞ്ഞ സാധനം. ഇപ്പോൾ ഈ വെട്ടികൊണ്ട് ഉപയോഗിക്കണ കൂടുതൽ ഇപ്പോൾ കരിമീൻ സീസണാണ്, പള്ളത്തീനെ കിട്ടുന്ന ടൈമാണ്, മഴയൊക്കെ വരുന്നുണ്ട്, പള്ളത്തിനൊക്കെ ടൈമാണ്. കടലിലാണെന്നുണ്ടെങ്കിൽ നച്ച് കരിമീൻ, അടു, ചെറിയ ചെമ്പല്ലി കുഞ്ഞുങ്ങൾ, ഇതിനെയൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അങ്ങനെ മീൻ പിടിക്കാൻ പറ്റിയൊരു സൂപ്പർ ഐഡിയ തന്നെയാണ് വെട്ടികൊണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും പലർക്കൊന്നും അറിയത്തൊന്നുമില്ല, ചിലവർ ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കും. വെട്ടികൊണ്ടായിട്ട് മീൻ പിടിക്കാൻ നമുക്ക് മീനിൻ്റെ എണ്ണം കൂടുതൽ കിട്ടും. ചിലപ്പോൾ ഒരു തീറ്റയിലൊക്കെ നമുക്ക് 2 3 വെച്ച് കയറാറുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുള്ള കാര്യം വെച്ചാൽ ഒരുമാതിരിപ്പെട്ടവർ, ഞാനിപ്പോൾ കൂടുതലും പോയിക്കൊണ്ട് ചെത്തി ഹാർബർ, ചെത്തി ബീച്ച് ആ ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പം അവിടെയൊന്നും ഈ വന്ന ചൂണ്ടക്കാരും വെട്ടികൊണ്ട് ഉപയോഗിക്കാറില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവർ മീൻ പിടിക്കുന്നതിനേക്കാളും കൂടുതൽ മീൻ എനിക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവരും വെട്ടിക്കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ചൂണ്ടയിട്ട് എടുക്കുമ്പോഴും കറക്റ്റ് ഒരേ തൂക്കിന് തന്നെ വരാൻ മാക്സിമം ശ്രമിക്കണം, എങ്കിലും നമുക്ക് കറക്റ്റായിട്ട് മീൻ കിട്ടത്തുള്ളൂ. ചിലപ്പോഴൊക്കെ കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകും. കറക്റ്റ് തൂക്കിന് തന്നെ നമുക്ക് കെട്ടിയെടുക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും മീൻ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.